വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കരയാമ്പൂ, കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം. സവോള നിറമാരി വരുന്ന സമയത്ത് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി തക്കാളി നന്നായി വെന്തതിന് ശേഷം ചൂടാറാൻ വെക്കാം. ചൂടാറി തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ച ഉള്ളി തക്കാളി പേസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ഒരു മൂടി തേങ്ങ നന്നായി അരച്ച് അതുകൂടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ബട്ടർ കഷ്ണം ചേർത്ത് വെക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരട്ടെ. ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാവുന്നതാണ്. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോ മസാലകളാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫ്ലേവറിനാവശ്യമായ ഗരം മസാല പൊടി. ഇത് ചേർത്ത് പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങയ്ക്ക് പകരം അണ്ടിപ്പരിപ്പ് കുതിർത്തി അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കി, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് അടപ്പിട്ട് മൂടി തിള വരുന്നവരെ വേവിച്ചെടുക്കാം. അടപ്പ് തുറന്നു നോക്കാം. കറി തിളച്ചു വരുന്നുണ്ട്.
ഇനി അതിലേക്ക് ക്യൂബായിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടപ്പിട്ട് മൂടി വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ വെന്തുണ്ടാവും. ഇനി അതിലേക്ക് കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഇവിടെ ജീരകവും ഉലുവയും പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചിട്ട് നന്നായി നില വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പനീർ ബട്ടർ മസാല ചപ്പാത്തി, പറാട്ട, ദോശ, നെയ്ച്ചോറ് ഇങ്ങനെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. Till then, take care. Bye bye.